ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യട്ടെ. സാധനം നമ്മളിപ്പോൾ എത്തിച്ചത് പൾസറിൻ്റെ സ്റ്റാർട്ടറിലാണ്. ഓഫറോടെങ്കിൽ കുറച്ച് ഓഫറോടൊക്കെ പോവാം. What's happening people, this is Kochimachan and welcome back to another vlog. അപ്പോൾ അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഒരു വ്ളോഗായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ മോട്ടോ ഫാബിൽ ഇത് എൻ്റെ മോശമുണ്ട്. അകത്ത് നമ്മുടെ BMW കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കേണ്ടായി BMWൻ്റെ പണി എന്തായെന്ന്. അപ്പോൾ ഞാൻ BMWയുടെ പണി എന്തായെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു വർഷമായില്ലേ നമ്മൾ വണ്ടി എടുത്തിട്ട് ഇപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുന്നത്. ബട്ട് നമ്മുടെ പാർട്സൊക്കെ വന്നു എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലിഫ്റ്റിലേക്ക് കയറ്റിയിട്ട് ബാറ്ററി നമ്മൾ സെറ്റ് ചെയ്യണം. എല്ലാം വയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ. വയറിംഗ് ഒക്കെ നമുക്ക് കാണാം. രണ്ടാമത് ഫുള്ള് റീവയർ ചെയ്ത് സെറ്റ് ചെയ്തേക്കാണ് ഈ കാണുന്ന മൊത്തം. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വരാണ്ടായി, അതൊക്കെ നമ്മൾ വരുത്തിച്ചു. പിന്നെ ഒരു സാധനം നമ്മളിപ്പോൾ എത്തിച്ചത് പൾസറിൻ്റെ സ്റ്റാർട്ടർ റിലേയാണ്. ഇതിൻ്റെ സ്റ്റാർട്ടർ റിലേ ഇടാൻ നല്ല സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് സെയിം റിലേ ആയതുകൊണ്ട് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ വിഷ്ണു പറഞ്ഞത്. അല്ലേടാ? അതെ. അപ്പോൾ ഇപ്പം നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞാൽ കേട്ടോ. പെയിൻറ്റിങ് ഇതാണ് പെയിൻറ്റൊക്കെ ചെയ്ത്. ചില ഭാഗങ്ങൾ പെയിൻറ്റ് ചെയ്യേണ്ട. എനിക്ക് തോന്നുന്നു ഈ പാർട്ടും ഈ ഹാൻഡ് ഗാർഡും പെയിൻറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ കുറച്ച് എൻജിൻ സൈഡൊക്കെ എനിക്ക് പെയിൻറ്റ് ചെയ്യണമെന്നുണ്ട്. അതൊക്കെ നമ്മൾ പയ്യെ ചെയ്യും. ബട്ട് ഇപ്പം നമ്മൾ വണ്ടി ഒന്ന് ഇത്ര നാളായിട്ട് ഇവിടെ ഇരുന്നത് ഇത് പെയിൻറ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് വണ്ടി ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ. അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ട് അല്ലേ നമുക്ക് വണ്ടി ഒന്ന് ഇവിടെ സമാധാനത്തോടെ നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫുള്ളൊന്ന് സെറ്റ് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ വിഷ്ണു അവിടെ സ്റ്റാർട്ടർ നമ്മുടെ സെൽഫിൻ്റെ സ്വിച്ചിൽ എന്തോ പൊടി തട്ടിയെടുക്കുന്നുണ്ട്. അടി അങ്ങോട്ട് ആഞ്ഞു ഓട്ടയല്ല അകത്തൊന്നും. കത്തിക്കണ്ട കത്തരുത് നമുക്ക്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കണോ. ഇന്നത്തേക്ക് തീരില്ല, വൈകിട്ട് തുടങ്ങിയാണ്. നാളത്തേക്ക് നമ്മൾ എന്തായാലും തീർക്കും. ഇപ്പോൾ നമ്മൾ ചെറിയൊരു ഇവിടെ വയറിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായി, അത് സോർട്ട് ചെയ്ത്. ഫ്രണ്ട് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് കത്തുണ്ടായില്ല, അതും സോർട്ട് ചെയ്ത്. സെൽഫിൻ്റെ സ്വിച്ച് വർക്ക് ചെയ്യണ്ടായില്ല, അത് സോർട്ട് ചെയ്ത്. നമ്മുടെ സ്റ്റാർട്ടർ റിലേ നമ്മൾ മാറ്റി പുതിയ റിലേ വെച്ചിട്ടുണ്ട്. ഇത് പൾസറിൻ്റെയാണ്. ഇതിൻ്റെ റിലേ ഒറിജിനൽ കിട്ടാൻ പാടായിരിക്കും. പിന്നെ ബാറ്ററി ഇതിൻ്റെ അല്ലേ ഇരിക്കണം. ഇതിൻ്റെ സൈസുള്ള ബാറ്ററി ഇപ്പോൾ കിട്ടാനില്ല, അതുകൊണ്ട് ആ ബാറ്ററി ഇല്ല നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഓസുകൾ മാറാനുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാം അടുത്തിട്ട് ഇത് കണ്ട ക്രാക്കായി ഇരിക്കണം മൊത്തം. അപ്പോൾ ഈ ഓസൊക്കെ എന്തായാലും മാറണം. ഇതാണ് നമ്മുടെ ഓയിൽ സമ്പല്ല, ഇവിടെയാണ് ഓയിൽ സ്റ്റോർ ചെയ്തേക്കണേ. അപ്പോൾ ഇവിടെ നിന്നാണ് ഓയിൽ സർക്കുലേറ്റ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു ലീക്ക് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്, ആ പഴയ ഓസിൻ്റെ ലീക്ക് കാര്യങ്ങളും. പിന്നെ ബാക്കി ഈ ഭാഗമൊക്കെ സെറ്റ് ചെയ്തു. നമ്മുടെ എക്സോസ്റ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെയിൽ ലാമ്പ് സെറ്റ് ചെയ്യാനുണ്ട്. കൂടാണ്ട് ഞാൻ നേരത്തെ വണ്ടി എടുത്തപ്പോൾ കാണിച്ചാൽ ഇവിടെയാണ് ഇതിൻ്റെ നമ്മുടെ റേഡിയേറ്ററിൻ്റെ ഇത് ഇരിക്കുന്നത്. കൂളൻ്റെ റിസർവോയർ ഇവിടെയാണ്, ബാക്കിലാണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ എയർ ഫിൽറ്റർ ബോക്സ്. പിന്നെ നമുക്ക് ബ്രേക്കൊക്കെ ബ്ലീഡ് ചെയ്യാണ്ട് ഇതിനകത്ത് ഒന്നുമില്ല. ബാക്ക് ബ്രേക്കൊക്കെ ഡെഡാണ്. യെസ്. പിന്നെ നമുക്കിവിടെ കൂളൻ്റ് ഫില്ല് ചെയ്യാണ്ട് പുതിയ ഓസ് ക്ലാമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഈ ഓസ് പഴയ തന്നെയാണ്. കൂളൻ്റിൻ്റെ ഓസ് കുഴപ്പമില്ല എന്നാണ് വിഷ്ണു പറഞ്ഞത്. ഇനി വഴി വെച്ചെല്ലാം കിടന്നാൽ വിഷ്ണുവാണ് ഉത്തരവാദി. ഉണ്ടാവും മരി സ്നേഹമുള്ളവനാ. അപ്പോൾ അതാണ് നമ്മുടെ വണ്ടിയുടെ അപ്ഡേറ്റ്. ഇതാണ് പെയിൻറ്റ് അടിച്ചേക്കുന്നത്. ഇത് പോളിഷൊക്കെ ചെയ്യാണ്ട് ചെറിയ ഭാഗങ്ങൾ ഇനിയും പെയിൻറ്റ് ചെയ്യാണ്ട് കേട്ടോ. ഈ ഒരു ബ്ലാക്ക് പീസും പിന്നെ അതുകൂടാണ്ട് ഈ എഞ്ചിൻ്റെ സൈഡ്, അത് ഞാൻ പറഞ്ഞു എഞ്ചിൻ്റെ സൈഡൊക്കെ പെയിൻറ്റ് ചെയ്യാണ്ട്. ബാക്കി ഷാസിയൊക്കെ നമ്മൾ നിർത്തി തന്നെ പെയിൻറ്റ് അടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അപ്ഡേറ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അതൊക്കെയാണ് നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ ഭാഗം കഴിഞ്ഞു. നമ്മൾ ഇനി ഇലക്ട്രിക്കൽ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആകെ വണ്ടി ഓടിയ വണ്ടിയുടെ പ്രശ്നങ്ങൾ അറിയുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഇരുട്ടാവാറായി. ഞങ്ങൾ നിർത്തിയിട്ട് നാളെ ഒന്നും കൂടെ തുടങ്ങിയിട്ട് നമ്മൾ ഈ വണ്ടി ഫുൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ കൊണ്ടുപോകും. സമയം എടുത്തു, 1 വർഷം എടുത്തിട്ടോ മൊത്തം എനിക്ക് സംഭവം സെറ്റാക്കി എടുക്കാൻ, ഇത്ര ഇവിടം വരെ എത്തിക്കാൻ. അപ്പോൾ പാർട്സും അങ്ങനെ പെയിൻറ്റിങ്ങും എല്ലാം കൂടെ ഡിലേ ആയി. ജനങ്ങളുടെ കോടികൾ എടുക്കൂ, നീ ലോട്ട് എടുക്കും, എല്ലാവരും ലോട്ട് എടുക്കും. അപ്പോൾ 1 ഇയറോളം എടുത്തു ഇതിപ്പോൾ ഇവിടം വരെ എത്തിക്കാൻ. ഇനിയും കുറച്ചാളും കൂടെ എടുക്കും. പക്ഷേ റീസ്റ്റോറേഷൻ കഴിഞ്ഞാൽ വണ്ടി അടിപൊളിയായിട്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങും. റോട്ടിൽ കാണും, നമ്മൾ ഓടിച്ചുകൊണ്ട് തന്നെ നടക്കും ഈ വണ്ടി. അപ്പോൾ ബാക്കി അടുത്ത ദിവസം കാണാം. ബോയ്സ്, അപ്പോൾ ദിസ് ഇസ് ദ ഡേ 2 ആൻഡ് വി ആർ ഹിയർ അറ്റ് മോട്ടോ ഫാബ്. ഇന്ന് ഞാൻ 790 എടുത്തിട്ട് ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് കയറാം. വിഷ്ണു ഇവിടെ പണിത്, നല്ല വെയിലായതുകൊണ്ട് ആ ഷട്ടർ ഞങ്ങൾ താത്തിയിട്ട് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നതാണ്. ടാങ്ക് വെച്ചു. നമുക്ക് ഈ ടാങ്കിൻ്റെ പീസുകളൊക്കെ വെക്കണം. അപ്പോൾ ഇപ്പോഴും ആ ഒരു സ്കെൽട്ടൻ രൂപത്തിലാണ്. ഞങ്ങളൊരു ഒരു മണിക്കൂറിൽ സാധനങ്ങളൊക്കെ ഫിക്സ് ചെയ്യണം. കാര്യം ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ നമുക്ക് ഒറിജിനൽ തന്നെ ഇടണം. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് ലോഗോ ഒക്കെ നമുക്ക് രണ്ടാമത് വരുത്തിക്കാണ്ട്, ലോഗോ ഒക്കെ വരാണ്ട്. ഇപ്പോൾ നമ്മളൊരു ഫ്യൂൽ ഓസ് ഇതിൻ്റെ ദ്രവിച്ചോട്ട് വേറെ ഫ്യൂൽ ഓസ് വാങ്ങിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. ആൻഡ് പയ്യെ വണ്ടി ബാക്ക് ടു ആ ഒരു ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ നമുക്ക് കാണാം. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്ന സെറ്റപ്പിലായി. കാര്യം വയറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. അതൊക്കെ നമ്മൾ ഇന്നലെ സോർട്ട് ഔട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് അപ്പോൾ സ്റ്റാർട്ടാക്കി. ഇന്ന് ജസ്റ്റ് നമുക്ക് ഓടിക്കാൻ പറ്റുമെന്ന് കൂടെ നമുക്ക് നോക്കാം.
സോ ഗൈസ് നമ്മൾ നമ്മുടെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണത് പെട്രോൾ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണ്ട. ആ കണ്ട കേട്ട വായി നോക്കി നിക്കണായിരുന്നു, അതുകൊണ്ട് ഒന്നുകൂടെ എടുക്കാൻ. അന്തസ്സുണ്ടത് ഇത് റെക്കോർഡിംഗ് ആണ്. മൂന്നാമത്തെ അടി ഇത് സ്റ്റാർട്ട് ആകും. നിസ്സാരം. ഇരിക്കണം നമ്മുടെ വണ്ടി. ദിസ് ഈസ് ആർ BMW F650. അപ്പോൾ ഇത് ഫുൾ പണി ചെയ്ത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് എല്ലാ പണികളെല്ലാം കഴിഞ്ഞ് പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. സീറ്റ് നമ്മൾ ഓബിയസ്ലി നമ്മുടെ വെൻറ്റേറ്റർക്ക് നമുക്ക് അയച്ചു കൊടുക്കണം, സീറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ബാക്ക് ബ്രേക്ക് ജാമാണ്, മാസ്റ്റർ സിലിണ്ടർ ജാമാണ് കേട്ടോ ബാക്ക് ബ്രേക്കിൻ്റെ. അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അത്രേ ഉള്ളൂ. ബാക്കി ടെയിൽ ലാമ്പൊക്കെ എല്ലാം വർക്കിംഗ് ആണ്. ഇലക്ട്രിക്കൽ സൈഡ് മൊത്തം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഐശ്വര്യമായിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. താക്കോല് എന്തൊക്കെ താക്കോല് ഊരിക്കൊണ്ട് പോയാ എടാ മക്കളെ, താക്കോല് വരുമോ? എടാ BMൻ്റെ താക്കോല്. രാജൻ ഇവിടെ ഫുൾ വണ്ടികളായിട്ടോ, വെയിലടിക്കണോണ്ട് കേട്ടോ. ഇങ്ങനെ ഷട്ടർ കത്തിട്ടാണ് കണ്ടോ. ആ സ്ട്രീറ്റ് ട്രിപ്പിൾ പിന്നെയും മേളിൽ കയറിയിട്ടുണ്ട്. രാജൻ താക്കോൽ വേഗം കൊണ്ടുവരാൻ ഇതൊക്കെ. ഓ താങ്ക്സ്. ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യട്ടെ. ബാറ്ററിയൊക്കെ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈറ്റൊക്കെ കത്തിട്ടാ, നമ്മുടെ എൻജിൻ ലൈറ്റും മോട്ടർ ലൈറ്റും കത്തിയിട്ടുണ്ട്. കിൽ സ്വിച്ച് ഇസ് ഓൺ. ക്ലച്ച് പിടിക്കണ്ട. നമുക്ക് പെട്രോൾ ഓണാണ് ഇവിടെ. പെട്രോൾ സ്വിച്ച് ഓണാണ്. യെസ്, പെട്രോൾ ആണ്. വർക്കിംഗ് ആണ്. സ്ലോ സ്പീഡ് സെറ്റ് ചെയ്യണം അല്ലേ?
നമ്മൾ ഒന്ന് ചെറിയൊരു റൈഡ് എടുക്കാമെന്ന് വിചാരിച്ചു. അമ്മേ യെസ്. ഓ മാൻ, ദ BMW. അയ്യോ, ഒന്ന് തുടച്ച് വൃത്തിയാക്കാനൊക്കെ ഇട്ടിട്ടാ സ്റ്റാർട്ട് ചെയ്യാം. പോട്ടെ it has got that power. Still it's a powerful engine. 650cc അല്ലേ, സിംഗിൾ സിലിണ്ടർ. അയ്യോ, കണ്ണി മൊത്തം പൊടിയൊക്കെ പോയല്ലോ. ഈശ്വര, ഇത് എവിടെ നിന്ന് ഇത് വഴി അറിയാവുന്നതാണ് ഇവിടെ. ഓക്കെ, സോ ഓഡോമീറ്റർ വർക്ക് ചെയ്യുന്നില്ല. നമ്മുടെ ടാക്കോമീറ്റർ ഇസ് റണ്ണിങ്. ടെമ്പറേച്ചർ ഗേജ് ഇസ് റണ്ണിങ് ഐ ഗസ്. ഓഡോമീറ്റർ കണക്ട് ചെയ്യണമെല്ലാം തോന്നണം, ബട്ട് ഇറ്റ്സ് ഓക്കെ. സോ യാ, അവർ ബൈക്ക് ഇസ് ബാക്ക്. ആ പഞ്ചുണ്ട് കേട്ടോ, പവർ പൊട്ടലും ചീറ്റിലൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു പുള്ള് ഫീൽ ചെയ്തിട്ട് ഇപ്പോഴും സിംഗിൾ സിലിണ്ടർ. അങ്ങനെ വണ്ടിയുടെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് ഇനിയും കുറച്ച് സാധനമുണ്ട്. ഇതിപ്പോൾ ഞാൻ വെച്ചേക്കണം നമ്മുടെ മോജോയുടെ പഴയ മാസ്റ്റർ സിലിണ്ടറാണ്. ഇതിൻ്റെ മാസ്റ്റർ സിലിണ്ടർ റീബിൽഡ് ചെയ്യണം. അത് നമ്മൾ ഊരി കൊടുക്കണം. അത് ഊരി കൊടുത്താലേ നമുക്ക് അത് രണ്ടാമത് റീബിൽഡ് ചെയ്ത് സെറ്റ് ചെയ്ത് പുറത്തേക്ക് എടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് അത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വിൽ ഡു ദാറ്റ്. ആൻഡ് റിയർ മാസ്റ്റർ സിലിണ്ടർ സെറ്റ് ചെയ്യണം നമുക്ക്, അതുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ബാക്കി വെച്ചിട്ടുണ്ട്, അത് ചെയ്യണം. ബട്ട് ഇപ്പോൾ വണ്ടി റണ്ണിങ് കണ്ടീഷനിലാക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഒന്ന് പുറത്തുനിന്ന് റോഡൊക്കെ കാണണമെന്നായിരുന്നു. പുതിയ ടയർ ബാറ്ററിയൊക്കെ വാങ്ങി വെച്ചിട്ട് പോലും ഒന്നും തൊട്ടിട്ടുണ്ടായില്ല വണ്ടി. ഓഫ് റോഡെങ്കിൽ കുറച്ച് ഓഫ് റോഡൊക്കെ പോവാം. ഓ, ബാക്ക് ബ്രേക്ക് ഇല്ലാത്ത ഞാൻ മറന്നു പോയത്. ഇതെങ്ങോട്ടാ പോണേ? ബാക്ക് ബ്രേക്ക് ഇല്ല. ഓക്കെ, ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ഫ്രണ്ട് കുഴപ്പമില്ലുണ്ട്. ഒക്കെ ഇട്ടേക്കുന്നത് നല്ല കലക്കൻ ടയറാണ്. അവിടെ നല്ല അടിപൊളി ടയറാണ് ഇട്ടേക്കണത്. അപ്പം അതൊന്നും ഞാൻ നോക്കുന്നില്ല. ബട്ട് സ്റ്റിൽ വിൽ ജസ്റ്റ് റൈഡ് ഫോർ ഫ്യൂൾ. ഓയിലൊക്കെ ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ടായി. ബാക്ക് സസ്പെൻഷൻ എന്തായാലും നമുക്ക് റീബിൽഡ് ചെയ്യണം. ബാക്കും എനിക്ക് ഫ്രണ്ട് റീബിൽഡ് ചെയ്യണം. കാര്യം അധികമാണ് കണ്ടോ, ഭയങ്കര സോഫ്റ്റായി കിടക്കുന്നതാണ് ഫ്രണ്ടായാലും ബാക്കായാലും. അപ്പോൾ അത് രണ്ടും നമുക്ക് റീബിൽഡ് ചെയ്യണം. ആൻഡ് ഇറ്റ്സ് ഇറ്റ്, സ്പീഡോമീറ്റർ വർക്ക് ചെയ്യാനുള്ള. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ആർ ബൈക്ക്. ആൻഡ് ഇനിയും നമ്മൾ ഇതിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്, പയ്യെ ഓരോന്നായിട്ട് ചെയ്യാം. ബട്ട് യെസ്, ഫൈനലി BMW is out and finished with all the works. സോ ഇതിൻ്റെ അടുത്ത അപ്ഡേറ്റുകളായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. പെട്ടെന്ന് നമുക്ക് പണി തീർക്കണം. ഇനി ഇങ്ങനെ വെച്ചുകൊണ്ട് ലാഗ് അടിപ്പിക്കില്ല. എനിക്കൊന്ന് ഏകദേശം 1 വർഷം ഇന്ന് തോന്നുന്നു നമ്മൾ വണ്ടി എടുത്തിട്ടല്ലേ. അപ്പോൾ വിൽ ഫിനിഷ് ഇറ്റ് അപ്പ്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് തീർക്കാം വണ്ടിയുടെ പരിപാടികളൊക്കെ. സോ യെസ്, അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫൈറ്റ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലേക്ക് ഞെക്കുക. അടുത്ത വീഡിയോ ബെല്ലിംഗ് അറിയുന്ന സൈൻ ഓഫ് ചെയ്യണം. മറ്റേ നിങ്ങൾ സ്വന്തം കൊച്ചിമച്ചാൻ. ബൈ. ഹായ് ഗായ്സ്, ഇതാ നമ്മുടെ മുമ്പിലുള്ളത് കൊച്ചിമച്ചാൻ. റെക്കോർഡിങ് എന്താണ് ചരിഞ്ഞു പോയാ? എവിടെ പ്ലേ ചെയ്തേ?